എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ MS എക്സലിലെ പിവറ്റ് ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. എന്താണ് പിവറ്റ് ടേബിൾ? ഒരു വലിയ ഡാറ്റാബേസിനെ ചെറിയ രീതിയിലേക്ക് സംഗ്രഹിച്ചുകൊണ്ട് ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ശക്തമായ ഉപകരണമാണ് മൈക്രോസോഫ്റ്റ് എക്സലിലെ പിവറ്റ് ടേബിൾ. ക്രോസ് ടാബുലേഷനുകൾ വേഗത്തിൽ സൃഷ്ടിക്കുന്നതിനും മൊത്തം സബ് ടോട്ടലുകൾ, ഗ്രാൻഡ് ടോട്ടലുകൾ കണക്കാക്കാനും നിങ്ങളുടെ ഡാറ്റയ്ക്കുള്ളിലെ ട്രെൻഡുകളും പാറ്റേണുകളും തിരിച്ചറിയാനും പിവറ്റ് ടേബിൾ നിങ്ങളെ സഹായിക്കും. എന്തൊക്കെയാണ് ഈ പിവറ്റ് ടേബിൾ ചെയ്യുന്നത്? ഡാറ്റ അഗ്രിഗേഷൻ, ഉൽപ്പന്നം അല്ലെങ്കിൽ റീജിയൻ, സമയകാലയളവ് എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങൾ അനുസരിച്ച് ഡാറ്റ വേഗത്തിൽ ഗ്രൂപ്പ് ചെയ്യുകയും അത് അനാലിസിസ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഒരു സിംഗിൾ ഫോർമുല പോലും ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്നതാണ് പിവറ്റ് ടേബിൾ എന്ന ഫംഗ്ഷൻ. ഡാറ്റ അനലിസ്റ്റ് ആയാലും ഫിനാൻസ്, HR എന്നീ വിഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന ഒന്നാണ് പിവറ്റ് ടേബിൾ. ഇനി പിവറ്റ് ടേബിൾ എങ്ങനെയാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്ന് നോക്കാം. ഇതിവിടെ ഒരു ഡാറ്റാബേസ് കണ്ടല്ലോ നിങ്ങൾ. ഓർഡർ ID, റീജിയൻ, ഡേറ്റ്, സെയിൽസ് റെപ്പ്, കാറ്റഗറി, പ്രോഡക്റ്റ്, ക്വാളിറ്റി, യൂണിറ്റ് പ്രൈസ്, ടോട്ടൽ എന്നിങ്ങനെയുള്ള ഒരു ഡാറ്റാബേസാണ്. ഇതിന് ഏകദേശം 33 ആണ് ഇതിലുള്ളത്. ഇത് വലിയ രീതിയിലാണെങ്കിലും ചെറിയ രീതിയിലാണ് പിവറ്റ് ടേബിൾ ഒരേ രീതിയിലായിരിക്കും പരിഗണിക്കുന്നത്. ഇനി പിവറ്റ് ടേബിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ചില ക്രൈറ്റീരിയ ഡാറ്റാബേസിന് വേണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, എല്ലാ കോളത്തിനും ഹെഡർ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഹെഡർ ചെയ്തിരിക്കണം. ഈ ഡാറ്റാബേസിൽ ബ്ലാങ്ക് കോളമോ ഇടയ്ക്ക് ബ്ലാങ്ക് സ്പേസുകളോ റോയ്സോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അടുത്തത്, ഈ ഡാറ്റാ സെറ്റിനകത്ത് ഒരു സബ് ടോട്ടൽസ് ചെയ്ത് വെക്കാൻ പാടില്ല. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ടോട്ടൽ സബ് ടോട്ടൽ ചെയ്ത് വെക്കാനും പാടില്ല. ഇത്രയൊക്കെയാണ് പിവറ്റ് ടേബിൾ എനേബിൾ ചെയ്യുന്നതിനും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയ. ഇനി നമ്മൾക്ക് പിവറ്റ് ടേബിളിൻ്റെ ചില കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഇൻസേർട്ട് കൊടുത്തു, പിവറ്റ് ടേബിൾ ആണ് നോക്കുക. ഇവിടെ ഷീറ്റ് A1 ടു ഷീറ്റ് T3 എന്നിങ്ങനെ ഒരു ഹാർഡ് കോഡിങ് ഈ പിവറ്റ് ടേബിൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഈ രീതിയിൽ പിവറ്റ് ടേബിൾ എനേബിൾ ചെയ്താൽ നമ്മൾക്ക് ഇതൊരു ഡൈനാമിക് ടേബിൾ അല്ലാതെ മാറും. കാരണം നമ്മൾക്ക് പിവറ്റ് ടേബിൾ ഇതിലേക്ക് അഡീഷണൽ കോളം ചേർക്കാനോ റോ ചേർക്കാനോ അനുവദിക്കില്ല. അത് നമ്മൾക്ക് മറ്റൊരു കാര്യം ചെയ്യാം. ഞാനിത് ക്യാൻസൽ ചെയ്യുന്നു. നമ്മൾക്ക് ഈ ടേബിളിനെ ആദ്യം ഒരു എക്സൽ ടേബിളാക്കി മാറ്റാം. എക്സൽ ടേബിൾ എങ്ങനെയാണ് മാറ്റുക? ഇവിടെ ടേബിൾ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ Ctrl+T. അപ്പോൾ ഇവിടെ മൈ ടേബിൾ ഹാസ് ഹെഡർ, നമ്മൾക്ക് ഹെഡർ ഉണ്ടെങ്കിൽ മൈ ടേബിൾ ഹാസ് ഹെഡർ എന്ന് ക്ലിക്ക് ചെയ്ത് OK കൊടുക്കുന്നു. OK കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ ടേബിൾ ഇപ്പോൾ മാറിയതായിട്ട് കാണാം. ഇവിടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് ടേബിൾ 1 എന്നൊരു ഫീൽഡ് കാണാം. അവിടെ നമ്മൾ ഈ ടേബിളിന് ഒരു പേര് കൊടുക്കുന്നു. ഞാനിവിടെ സെയിൽസ് ഡാറ്റ എന്ന് കൊടുക്കുന്നു. ഇനി ഈ ഒരു ടേബിളിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നമ്മൾക്ക് ഇവിടെ ടേബിൾ സ്റ്റൈൽ എടുക്കുക, ഇവിടെ നണ്ണ് കൊടുക്കുക, പഴയ മാതിരിയുള്ള ടേബിളായിട്ട് വരും. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾക്ക് ഇൻസേർട്ട് കൊടുത്തു, പിവറ്റ് ടേബിൾ കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ സെയിൽസ് ഡാറ്റ എന്നായി. ടേബിളിൻ്റെ റേഞ്ച് സെയിൽസ് ഡാറ്റയാണ്. ഈ സെയിൽസ് ഡാറ്റയിൽ, അതായത് എക്സൽ ടേബിൾ നമ്മൾക്ക് ഡൈനാമിക് ആണ്. അതിൽ നമ്മൾ റോ ആഡ് ചെയ്യാനും കോളം ആഡ് ചെയ്താലും ഓട്ടോമാറ്റിക്കലി ഈ ടേബിൾ പെർമിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ സെയിൽസ് ഡാറ്റ എന്ന ഈ പിവറ്റ് ടേബിളിലും നമ്മൾക്കത് ചെയ്യാൻ പറ്റും. ഇനി പിവറ്റ് ടേബിൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് മറ്റൊരു രീതി നോക്കാം. ഇത് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ റെക്കമെൻഡഡ് പിവറ്റ് ടേബിൾസ് എന്നൊരു ടാബ് കാണാലോ. റെക്കമെൻഡഡ് പിവറ്റ് ടേബിൾസ്, ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, റെക്കമെൻഡഡ് കാൽക്കുലേഷൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഇത് പിവറ്റ് ടേബിൾ എക്സൽ ചെയ്ത് തരുന്നതാണ്. നോക്കുക, നമ്മൾക്കിപ്പം ചെയ്യാനുള്ളത്, ഒന്ന് റീജിയൻ വൈസുള്ള സെയിൽസ് കാര്യങ്ങൾ, 2 സെയിൽസ് റപ്പ് ബേസ്ഡ് ആയിട്ട്, 3 ക്വാണ്ടിറ്റി ആയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ടോട്ടലായിട്ടോ ഓർഡർ ID ആയിട്ടോ ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാനിത് OK കൊടുക്കുന്നു. ഇവിടെ പിവറ്റ് ടേബിൾ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത് നമ്മളുടെ മറ്റൊരു ഷീറ്റിലേക്ക് ഞാനിതൊന്ന് സൂം ചെയ്യട്ടെ. ഇവിടെ കണ്ടല്ലോ, ഇവിടെ ഷീറ്റ് 1 എന്നതായിരുന്നു നമ്മുടെ ഡാറ്റ ഷീറ്റ്. കണ്ടില്ലേ?
ഇതാണ് നമ്മൾ ഡാറ്റ ഇരുന്നിരുന്ന ഷീറ്റ്. ഓക്കെ, ഇപ്പോൾ അവിടെ ഷീറ്റ് 2 ആഡായി, പിവറ്റ് ടേബിൾ ആഡായി. അവിടെ ഡിഫോൾട്ട് ആയിട്ട് നമ്മളുടെ സെയിൽസ് റെപ്പിന്റെ റീജിയൻ വൈസുള്ള ടോട്ടൽസ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഗ്രാൻഡ് ടോട്ടൽ കോളം വൈസിലും റോ വൈസിലും ഗ്രാൻഡ് ടോട്ടൽ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ? നമ്മൾ ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ നോക്കുക, ഇതാണ് പിവറ്റ് ടേബിളിൻ്റെ ഫീൽഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഡാറ്റാബേസിന് നമ്മൾക്ക് ഈ ഡാറ്റാബേസ് എടുക്കുമ്പോൾ പിവറ്റ് ടേബിൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിനൊരു ഹെഡർ ആവശ്യമാണ്, ഈ ഹെഡർ. അപ്പോൾ പിവറ്റ് ടേബിളിൽ നോക്കിയാൽ ഈ ഹെഡർ എന്ന് പറയുന്ന സാധനമാണ് ഈ കാണുന്നത്. ഈ ഹെഡർ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റീജിയൻ കോളം ഫീൽഡിലും സെയിൽസ് റെപ്പ് റോസ് ഫീൽഡിലും ടോട്ടൽ വാല്യൂ സം ഓഫ് ടോട്ടലും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു ഡാറ്റ കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ റീജിയണിനെ തിരിച്ചെടുക്കുന്നു. ഓക്കെ, നോക്കുക, ഇപ്പോൾ റോ ലേബിൾസിൽ കിടക്കുന്നത് സെയിൽസ് റെപ്പും സം ഓഫ് ടോട്ടലുമാണ്. അവരെ സെയിലിൻ്റെ ടോട്ടലും അതിൻ്റെ ഗ്രാൻഡ് ടോട്ടലുമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ സം ഓഫ് ടോട്ടൽ എന്നുള്ളത് മാറ്റി നിങ്ങൾക്ക് മറ്റൊരു കാൽക്കുലേഷൻ ആണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങളുടെ വാല്യൂ ഫീൽഡ്സ് എടുക്കുക. ഇവിടെ നോക്കിയാൽ സം കൗണ്ട് ആവറേജ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ആവറേജ് വേണേൽ ആവറേജ് ഇവിടെ എടുക്കാം. കണ്ടില്ലേ, ഇതാണ് ആവറേജ് സെയിൽസ് ആയിട്ട് ഈ സെയിൽസ് റെപ്പിൽ കാണിക്കുന്നത്. ഞാൻ വീണ്ടും അത് വാല്യൂയിലേക്ക് നമ്മളുടെ ആദ്യത്തെ സമ്മിലേക്ക് തന്നെ മാറ്റുന്നു. ഓക്കെ, ഇനി ഇത് ഇവിടെ വെച്ചിട്ട് മാറ്റണമെങ്കിൽ അവിടെയും നിങ്ങൾക്ക് സാധ്യമാണ്. കണ്ടല്ലോ, ഇവിടെ സമ്മ് ആവറേജ് എന്നിങ്ങനെയുള്ള വാല്യൂ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിനൊരു 1000 സെപ്പറേറ്റർ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഫോർമാറ്റ് സെൽസ് എടുത്തിട്ട് സെപ്പറേറ്റർ കൊടുക്കും. പക്ഷേ പിവറ്റ് ടേബിൾ ഫോർമാറ്റ് സെൽ ഉപയോഗിക്കരുത്. ഈ ഫോർമാറ്റ് സെൽസ് എന്ന് പറയുന്നത് ഈ പിവറ്റ് ടേബിളിൻ്റെ അണ്ടർലൈങ് ആയിട്ട് കിടക്കുന്ന എക്സൽ ടേബിളിലുള്ള ഫോർമാറ്റ്സ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ നമ്പർ ഫോർമാറ്റ് എടുക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ നമ്പറിൽ സെപ്പറേറ്റർ ആണെങ്കിൽ സെപ്പറേറ്റർ എന്താണോ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. ഇനി ഈ ഫീൽഡ് സെറ്റിങ്സിൽ നോക്കുക, ഈ ഫീൽഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾക്ക് ടൈറ്റിൽസും വലത് സൈഡ്സിൽ ഫീൽഡ് ആണ് വന്നിരിക്കുന്നത്. ഫീൽഡ് ബോക്സസ് ആണ് ഈ സാധനങ്ങൾ. ഇങ്ങനെയാണ് പിവറ്റ് ടേബിളിൻ്റെ മാൻഡേറ്ററി ഫീൽഡുകളാണ് കാണുന്നത്. ഇവിടെ ഈ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഡിഫാൾട്ട് സെറ്റിങ്സ് കാണാം. ചില വേർഷൻ ഓഫ് എക്സലിൽ ഇതായിരിക്കും ഇതിൻ്റെ ഡിഫാൾട്ടായിട്ട് തുറന്നു വരുന്ന ഇൻ്റർഫേസ്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏത് ഇൻ്റർഫേസ് വേണമെങ്കിൽ എടുക്കാം. സൗകര്യത്തിൽ ഞാനിത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ സെയിൽസ് റെപ്പ് തിരിച്ചെടുത്തിട്ട് ഇവിടേക്ക് കാറ്റഗറി വൈസ് എടുത്തു വയ്ക്കുന്നു. ഓക്കെ, നോക്കുക, നമ്മളുടെ ഈ ഒരു കാറ്റഗറിയിൽ സൂം ചെയ്യുന്നു. ഇവിടെ റോ ലേബൽസിൽ വന്നിരിക്കുന്നത് ബുക്സ് ആണ്. ടോട്ടൽ ബുക്സ് എത്ര വിറ്റു, സെയിൽസ് നടത്തി. ഇലക്ട്രോണിക്സ് ഐറ്റംസ് എത്ര ടോട്ടൽ, സ്റ്റേഷനറി എത്ര ടോട്ടൽ. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ പിവറ്റ് ടേബിളിൽ ഈ റീജിയൻ എന്നതിനെ ഞാൻ ഫിൽട്ടർ എന്ന ഫീൽഡിലേക്ക് മാറ്റുന്നു. നോക്കുക, ഇവിടെ റീജിയൻ ഓൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീൽഡ് ആഡായി വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഡ്രോപ്പ് ഡൗൺ ബട്ടൺ പ്രസ് ചെയ്താൽ കേരള, തമിഴ്നാട് നമ്മൾക്കുള്ള നേരത്തെയുള്ള ഡാറ്റാബേസിലെ റീജിയനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേരള കൊടുത്തു ഓക്കെ കൊടുത്താൽ ഇവിടെ കേരള റീജിയണിലുള്ള സെയിൽസ് കാണിക്കും. ഓക്കെ, ഇതിപ്പോൾ കുറേ അധികം, ഇപ്പോൾ ഇവിടെ 2 എണ്ണം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പക്ഷേ കുറേ അധികം ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ എല്ലാം സെലക്ട് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഓൾ ഒഴിവാക്കുന്നു. ഇത് കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഐറ്റംസ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ റീജിയനും സെലക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ കേരള, തമിഴ്നാട് എന്നിങ്ങനെ ഉള്ള ഈ ബുക്സിൻ്റെ സെയിൽസ് കാണാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ കോളം റേഞ്ചിലേക്ക് ഞാൻ വീണ്ടും സെയിൽസ് റെപ്പിനെയും കൂടി ആഡ് ചെയ്യുന്നു. ഞാൻ പിവറ്റ് ടേബിളിലേക്ക് നീക്കുന്നു. കേട്ടോ, ഇപ്പോൾ റോ ലേബലിൽ നമുക്ക് അനുജ, നിധി, സജീവ്, സീതാറാം എന്നിങ്ങനെ വരുന്നു. കോളം വൈസ് ആയിട്ടുള്ളത് കാണുന്നത് ബുക്സ്, ഇലക്ട്രോണിക് സ്റ്റേഷനറി, ടോട്ടൽ സമ്മറിയാണ് ഇവിടെ കാണുന്നത്. ഗ്രാൻഡ് ടോട്ടൽ ഇങ്ങനെ ചെയ്യുന്നു, ഗ്രാൻഡ് ടോട്ടൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ഈ ഗ്രാൻഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡിസൈനിൽ പോവുക. ഗ്രാൻഡ് ടോട്ടൽസ് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ഫോർ റോസ് ആൻഡ് കോളംസ്, ഇത് ഓഫ് ചെയ്താൽ 2 റോസിലും കോളംസിലുമുള്ള ഗ്രാൻഡ് ടോട്ടൽ പോകും. പിന്നെ ഓൺ ഫോർ റോ ആൻഡ് കോളംസ് നേരത്തെ ഉണ്ടായിരുന്ന ഡിഫോൾട്ടിലേക്ക് മാറും. ദെൻ നമുക്ക് റോസ് ആയിട്ടോ കോളംസ് ആയിട്ടോ ഏതാണ് ഓൺ ചെയ്യേണ്ടത് ഓഫ് ചെയ്യേണ്ടത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈ
പിവറ്റ് ടേബിളിൻ്റെ മറ്റൊരു ലെവലിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈ പ്രോഡക്റ്റ് എന്ന ഈ ഒരു കാറ്റഗറി റോ ഫീൽഡിലേക്ക് ഇടുന്നു. ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഈ ഡാറ്റാബേസ് സബ് ടോട്ടൽ ചെയ്തു വെച്ചിരിക്കുന്ന രീതിയിൽ വരുന്നത് കാണാം. ഓക്കെ, നമ്മൾക്ക് ഇതിൽ ഈ സെയിൽസ് റെപ്പിനെ എടുത്ത് ഞാൻ റോസ് എന്ന സെക്ഷനിലേക്ക് മാറ്റുന്നു. കാറ്റഗറി എടുത്തിട്ട് കോളംസിലേക്കും വെക്കുന്നു. നോക്കുക, നമ്മളുടെ ഷീറ്റിൽ വന്ന മാറ്റം, അതായത് പിവറ്റ് ടേബിൾ ഇവിടെ ഐറ്റംസ് ഹെഡറായിട്ട് വന്നു. പിന്നെ ഓരോ ഐറ്റത്തിനും ഓരോ സെയിൽസ് റെപ്പിന്റെയും സബ് ടോട്ടൽസ് വന്നു. ഇനി ഇവിടെ ഈ ഒരു സബ് ടോട്ടലിന് നമ്മൾക്ക് വീണ്ടും ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ലേഔട്ട് ഗ്രാൻഡ് ടോട്ടൽസിൽ പോയിട്ട് ഓഫ് ഓൺ ഗ്രാൻഡ് ടോട്ടൽസ് റോ വൈസ് വന്നു. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഏതാണ് വേണ്ടത്, ഇപ്പോൾ ഈ കോളം വൈസ് ഉള്ള ഗ്രാൻഡ് ടോട്ടൽ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് ഓൺ ഫോർ റോസ് ഓൺലി പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ലേഔട്ടുകൾ മാറ്റാം. ഇനി ഇവിടെ ഒരു റിപ്പോർട്ട് ലേഔട്ട് കാണാം. റിപ്പോർട്ട് ലേഔട്ട് ഏത് രീതിയിലാണ് നമ്മൾക്ക് റിപ്പോർട്ടായിട്ട് നമ്മളെ ഹയർ അതോറിറ്റിക്ക് സമർപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മൾക്ക് ഡിസൈഡ് ചെയ്യാം. ഞാനിവിടെ റെക്കമെൻഡ് ഷോ ആൻഡ് ടേബുലർ ആയിട്ട് കൊടുക്കാവുന്ന ഈ രീതിയിലാണ്. ഇവിടെ ഈ രീതിയിൽ കൊടുക്കുമ്പോൾ എല്ലാ ഐറ്റവും നമ്മളുടെ ഡാറ്റാബേസിലുള്ള ഒരുവിധം എല്ലാ ഐറ്റംസും കോളംസും റോസുമായിട്ട് ഇവിടെ വരും. അതുകൊണ്ട് തന്നെ അനാലിസിസിന് ഇത് വളരെ എളുപ്പമായിരിക്കും. അടുത്തതായിട്ട് ഞാനിവിടെ ഈ പിവറ്റ് ടേബിൾ ഫീൽഡ്സിൽ കോളത്തിൽ റീജിയൻ നേരത്തെ ഉള്ളത് തന്നെയാണ്. അടുത്തത് ഞാൻ റോസിൽ സെയിൽസ് പ്രോഡക്റ്റ് ഈ രണ്ടെണ്ണം റോസിലേക്ക് മാറ്റി. അപ്പോൾ നമ്മളുടെ ടേബിളിൻ്റെ ഫോർമാറ്റ് നോക്കൂ, ഈ രീതിയിലാണ്. അതായത് അനുജ, ഡയറി, നോട്ട്ബുക്ക്, നോവൽ ഇങ്ങനെ സബ് ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അനലൈസ് എന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇവിടെ ബട്ടൺസ് എന്നൊരു ടാബ് കാണാം. ഷോ എന്ന ടാബിനകത്ത് ബട്ടൺസ്, ഈ ബട്ടൺസിൽ നമ്മൾ ഓൺ ചെയ്ത് വെച്ചാൽ ഇവിടെ ഒരു -+ ബട്ടൺ ആഡ് ആയത് കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് ഡാറ്റാബേസ് ഉണ്ടാകുമ്പോൾ ഈ രീതിയിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു സെയിൽസ് റെപ്പിൻ്റെ പേരിലുള്ളത് കൊളാപ്സ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള, കണ്ടല്ലോ ഇപ്പോൾ അനുജ എന്ന് പറഞ്ഞാൽ 2 റോ അവിടുന്ന് കൊളാപ്സ് ആയിട്ടാണ് കാണുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ പ്ലസ് ബട്ടൺ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൊളാപ്സ് ചെയ്ത് വെക്കാം. അതിനുള്ളതാണ് ഈ ബട്ടൺസ്. പിന്നെ ഇവിടെ ഈ കാണുന്ന ബ്ലാങ്ക് ഫീൽഡൊക്കെ ഈ ഒരു സെയിൽസ് റെപ്പിൻ്റെ അണ്ടറിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇത് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈനിൽ പോവുക, റിപ്പോർട്ട് ലേഔട്ട് എടുക്കുക, റിപ്പീറ്റ് ആൾ ഐറ്റം ലേബൽസ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പേര് എല്ലാ ബ്ലാങ്ക് സ്പേസിലേക്കും പേര് ഫില്ല് ചെയ്ത് വരും. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ അനലൈസിൽ തന്നെ ഇവിടെ ഫീൽഡ് ഹെഡേഴ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇതെന്താ, ഈ ഫീൽഡ് ഹെഡേഴ്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ടോട്ടൽ, സെയിൽസ് റെപ്പ് എന്നുള്ള ഈ ഹെഡറുകളൊന്നും വേണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്തു വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഡിസൈനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും ഈ ഡാറ്റാബേസിനെ മാറ്റിയിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. ഏതാണോ ഭംഗി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് സെലക്ട് ചെയ്യുക. ഈ ഡാറ്റാബേസിലെ ഏതെങ്കിലും ഹെഡറുകൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇപ്പം ഈ ഏതെങ്കിലും ഇപ്പം ചേഞ്ച് ചെയ്ത് മറ്റൊരു ഹെഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഹെഡറിലേക്ക് മാറ്റാൻ പറ്റില്ല. അതായത് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഹെഡർ ഉള്ളതിലേക്ക് ഇവിടെ വെച്ച് കേരള എന്നുള്ളതിന് മാറ്റി മറ്റൊന്ന് കൊടുക്കുന്നേരം ഇവിടെ റീജിയണോ സെയിൽസ് റെപ്പെന്നോ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഒരിക്കലും ഈ ടൈറ്റിലുള്ള പേര് കൊടുക്കരുത്. എക്സൽ ഒരു വാണിംഗ് മെസ്സേജ് അവിടെ പോപ്പപ്പ് ചെയ്യും. അതിന് പകരം ഒന്നുകിൽ നിങ്ങൾ ആ സെയിം പേരാണെങ്കിൽ സ്പേസ് ആയിട്ട് ഇത് കൊടുക്കുക, അതല്ലെങ്കിൽ എൻറ്റയർലി ആ പേര് മറ്റൊരു പേരാക്കി മാറ്റുക. ഇവിടെ ഈ കോളത്തിലൊക്കെ നമ്മൾ ഡാറ്റ എൻ്ററായി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കോളം ഓട്ടോ ഫിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ ഓരോ സെല്ലിലും നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റയുടെ സൈസിനനുസരിച്ച് കോളം വിഡ്ത്തുകൾ മാറിക്കൊണ്ടിരിക്കും. ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, താഴെ വരെ പിവറ്റ് ടേബിൾ ഓപ്ഷൻസ് എടുക്കുക, ഓട്ടോ ഫിറ്റ് കോളം വിഡ്സ് ഓൺ അപ്ഡേറ്റ് എന്നുള്ളത് ഓഫ് ചെയ്തിട്ടാൽ മതി. അതാവുമ്പോൾ ഇനി ഈ കോളത്തിൽ ഏതെങ്കിലും നമ്മൾ ഡാറ്റ വലുതാക്കി അടിച്ചു കഴിഞ്ഞാൽ കോളം ഓട്ടോ ഫിറ്റ്
ആവുന്നതായിരിക്കില്ല. ഓക്കെ, ഞാൻ പഴയമായി തന്നെ ഓട്ടോ ഫിറ്റ് ഓൺ ചെയ്ത് വെക്കുന്നു. അത് പിവറ്റ് ടേബിൾ ഓപ്ഷൻസിന് പോകുന്നു, ഓട്ടോ ഫിറ്റ് ടിക്ക് മാർക്ക് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അടുത്തതായി നമ്മൾക്ക് മറ്റൊരു വളരെ ഉപകാരപ്പെട്ട ഒരു ഫംഗ്ഷനും കൂടി നോക്കാം. ഇവിടെ ഞാൻ റീജിയൻ എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു ആഡ് സ്ലൈസർ എടുക്കുന്നു. നോക്കൂ, ഇവിടെ സ്ലൈസർ റീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലൈസർ പോപ്പപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളത് റീസൈസ് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിരിക്കുന്നു. അടുത്തത് നമ്മൾ വീണ്ടും ഈ ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സെയിൽസ് റെപ്പിൻ്റെ ടാബിന് മുകളിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും ആഡ് സ്ലൈസർ കൊടുക്കുന്നു. ഇത് കുറച്ച് നീക്കി വെക്കുന്നു. അപ്പോൾ അനൂജ എന്ന് തുടങ്ങിയിട്ടുള്ള നമ്മുടെ സെയിൽസ് റെപ്പിൻ്റെ പേരുകളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേരള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റെപ്പിൻ്റെയും കേരളയിലുള്ള സൈസിൽ നമുക്ക് കാണാം. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ തമിഴ്നാടായിട്ട് മാറും. ഇതായത് ഒരു ഫിൽറ്ററിങ് ഓപ്ഷൻസ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് പിവറ്റ് ടേബിളിലെ സ്ലൈസർ എന്ന ഓപ്ഷൻ. ഇവിടെ നിതീഷ് കേരളയിൽ എത്ര, അല്ല തമിഴ്നാട്ടിൽ എത്ര, സജീവ് കേരള എത്ര എന്നിങ്ങനെ ഡാറ്റാബേസിനെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് അനലൈസ് ചെയ്യാനാണ് ഈ സ്ലൈസേഴ്സും ഉപയോഗിക്കുന്നത്. ഞാനിവിടെ പിവറ്റ് ടേബിളിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ തൊട്ടടുത്ത വീഡിയോകളിലായിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.